അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ എപ്പിസോഡ് 5 ഒരു അനാലിസിസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. രാവിലെ തന്നെ ഇവർ എടുത്തു കൊണ്ടുപോകുന്ന ആ ഒരു സീന് കണ്ടപ്പോൾ സത്യം പറയാലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിൽ ജഗതിനെ കാട്ടിൽ വെച്ചിട്ട് കാട്ടിലോട്ടേക്ക് എടുത്തു കൊണ്ടുപോകുന്ന ഒരു സീനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഇരിക്കെ 5-ാം ദിവസം ബിഗ് ബോസ് ഉണർന്നിരിക്കുകയാണെന്ന് പറയണം. ബിഗ് ബോസ് ഹൗസ് ഉണർന്നിരിക്കുകയാണ്. അതും നമ്മുടെ പിസ്ത സുമാക്കിരാസോ സോങ് ഇട്ടിട്ടാണ് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സോങ്ങിൻ്റെ ഒരു എനർജി നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഡാൻസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റി. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2 അമ്മാവന്മാരായിരിക്കുന്ന അനീഷും ഷാനവാസും, അനീഷിനെ ഷാനവാസ് രാവിലെ തന്നെ ചൊറിയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പറഞ്ഞിട്ട്. അത് നല്ല രണ്ടാളും അമ്മാവന്മാരാണെന്നുള്ള കാര്യം അവർ ഇത്രയും 5 ദിവസം കൊണ്ട് തെളിയിച്ചു എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ രേണുവിനെ ഇന്നലെ അത്രയും മോശമായിട്ടുള്ളൊരു വാക്കാണ് അക്ബർ പരാമർശിച്ചിരുന്നത്. അത് സെപ്റ്റി ടാങ്ക് എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം രേണു ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഷാനവാസിൻ്റെ അടുത്തൊക്കെയാണ് പോയിട്ട് ആ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ആ കാര്യം സത്യം പറഞ്ഞാൽ നന്നായിട്ട് രേണുവിന് പുലപ്പിക്കായിരുന്നു, നന്നായിട്ടൊന്ന് പുകച്ചെടുക്കായിരുന്നു. പക്ഷേ അത് വേണ്ടുവോളം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംഭവം എനിക്ക് സംശയമാണ്. അതുപോലെ തന്നെ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ബാഡ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിബേറ്റ് പോലെയുള്ള ഒരു സംഭവമായിരുന്നു. അത് ജിസലും നവിനുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജിസലിൻ്റെ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം മലയാളത്തിൽ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള കഴിവ് പുള്ളിക്കാരിക്ക് ഇല്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന എത്രയോ സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളം അറിഞ്ഞിട്ട് പോലും മലയാളം സംസാരിക്കുകയേ ചെയ്യാത്ത എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരി ഈ ഒരു ലുക്കും മറ്റ് പുറത്ത് പഠിച്ചു വളരുകയൊക്കെ ചെയ്തിട്ടാണെങ്കിലും മലയാളം വേണ്ടുവോളം സംസാരിക്കുന്നുണ്ട് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റീൻ്റെ റിസൾട്ട്സ് വന്നപ്പോൾ നവിൻ്റെ അടുത്ത് ജിസൽ തോറ്റു. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ബിഗ് ബോസ് സീസണിൽ ഇപ്പം വന്നിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ്. അതായത് ബിഗ് ബോസ് ഈ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഓരോന്നോരോന്നായി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് സംഭവമായിട്ടുള്ളത്. പക്ഷേ അതൊരു തൊലിഞ്ഞൊരു ഏർപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? വളരെ ബോറാണ്, സത്യം പറഞ്ഞാൽ വളരെ ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ആഴ്ച കൊണ്ട് തന്നെ ആ ഒരു സംഭവം ഒന്ന് നിർത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. അതുപോലെ തന്നെ ഈ മോർണിംഗ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഇത് വരുന്നില്ല, ഒരു ഓർഗാനിക് ഫീലിംഗ് അല്ല അതിൽ ഉണ്ടായിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഭയങ്കര മെക്കാനിക്കലും ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് കണ്ടസ്റ്റൻസ് ഒക്കെ എന്തോ ഒരു യാന്ത്രികമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെ ഇതുവരെ ഈ 5 ദിവസത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ മെറ്റീരിയലൊക്കെ ഇതിൽ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. സത്യം പറഞ്ഞാൽ ജിസലാണ് ആകെപ്പാടെ കുറച്ചൊരു നല്ല പൊട്ടൻഷ്യൽ കാണിക്കുന്നത്. ആദില നൂറയുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഫയർ ഒന്നും ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതായത് അവർ കൂടുതൽ ഒതുങ്ങിപ്പോവും, അല്ലെങ്കിൽ അവർ രണ്ടാളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഇതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അനുമോളും എത്രത്തോളം പൊട്ടിത്തെറിക്കുന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ തോന്നുന്നത് ആര്യനാണ്. ഈ ആര്യനാണെങ്കിലും വലിയ കാര്യമായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഉണ്ടതായിട്ട് എനിക്കിതുവരെ തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ്, ആരെ കൊണ്ടാണ് എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഉള്ളതായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റാർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ആരാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഡൗൺ ചെയ്യൂ. അതുപോലെ തന്നെ ഡിബേറ്റിൽ തോറ്റത് കൊണ്ട് ജിസലിന് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. കാരണം ഇനി ഒരുവിധ സാധനങ്ങളും അനുവാദം ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഡ്രസ്സും എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് തരുന്ന കോസ്റ്റ്യൂം ഇട്ടുകൊള്ളുക, മേക്കപ്പ് ഇടാൻ പാടില്ല, അങ്ങനത്തെ പല അവിഞ്ഞ തീരുമാനങ്ങൾ ബിഗ് ബോസ് ഈ ഫസ്റ്റ് വീക്കിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡ്രസ്സിൻ്റെ കാര്യം ഒരു പക്കാ ഫെയിലിയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഡിബേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നവീനാണ് ജയിച്ചത് ജിസലിൻ്റെ എതിരെ, ആദില നൂറ ജയിച്ചു. അതുപോലെ തന്നെ ആര്യനുമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവത്തിൽ. പക്ഷേ ഈ മലയാളത്തിൻ്റെ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ജിസൽ കൊടുക്കേണ്ടതൊക്കെ നന്നായിട്ട് ആർക്കാണെന്ന് വെച്ചാൽ കൊടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ജിസൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മേ ബി ബിഗ് ബോസ് ഹിന്ദി പോലുള്ളൊരു ഷോയിൽ പങ്കെടുത്തതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ടായിരിക്കും പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല വകതിരിവുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു കണ്ടസ്റ്റൻറ്റും അവിടെ ഉള്ളതിൽ വെച്ചിട്ട് മികച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ജെനുവിനായിട്ടാണ് നിൽക്കുന്നത് എന്നും തോന്നുന്നുണ്ട്. വെറുതെ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി കൊണ്ടുവരുന്നതായിട്ടൊന്നും എനിക്ക് ഒട്ടും ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ തോന്നുകയാണെങ്കിൽ അത് ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്നുണ്ടായിരുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു ടാസ്ക് കളിച്ചതിൻ്റെ ഫലമായി അക്ബർ ജയിക്കുകയും ഷാനവാസ് 2-ാം ആഴ്ചയിലുള്ള
എലിമിനേഷനിലേക്ക് ഡയറക്റ്റ്ലി പോവുകയാണ് ചെയ്തത്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ രേണുവിന് ഒരുപാട് ഫാൻസ് ഒരു പോസിറ്റീവ് സൈഡാണ് ബിഗ് ബോസിൽ വന്നതോടുകൂടി ഓപ്പൺ ആയിരിക്കുന്നത്. കാരണം റീൽസിലും മറ്റുള്ള കാര്യങ്ങളിലൂടെയും വെറും ട്രോൾ മെറ്റീരിയലും വെറും ഒരു ജോക്കായി മാത്രം കണ്ടിരുന്ന ഈ രേണുവിന് ഒരു പോസിറ്റീവ് സൈഡ് ബിഗ് ബോസിൽ വന്നപ്പോൾ ഓപ്പണായി എന്നുള്ളൊരു കാര്യം 100% ഡെഫിനറ്റ്ലി ഷുവറായിട്ടുള്ളൊരു സംഭവമാണ്. അത് അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ തന്നെ ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു 2 മിനിറ്റ് പോലും കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡ്സോ പോലത്തെ കാണിച്ചിട്ടുള്ളൂ. അതിനുശേഷം അവർ യാതൊരുവിധ കണ്ടൻറ്റും ഒരു പ്രോപ്പർ ഹെവി കണ്ടൻറ്റും കൊടുത്തിട്ടില്ല എന്നാണ് ആ സംഭവം തെളിയിച്ചിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ഈ രേണുവിനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കുക എന്നല്ലാതെ ഒരു റെസ്പോൺസ് ചെയ്യുക അല്ലെങ്കിൽ ഹൗസിൽ ഫുൾ ഓൺ ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നതൊന്നും ഒരുവിധ സംഭവത്തിലും കാണുന്നില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവം. ഇനിയിപ്പോൾ നാളത്തെ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്ക് എലിമിനേഷനുണ്ട്. അപ്പോൾ നമ്മൾ പക്കാ ഒരുപാട് കറക്റ്റായിട്ടുള്ള അനാലിസിസും വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനലിലാണെങ്കിൽ ഒരു 700+ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസ് സീസണും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഫുൾ ഓൺ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റേ കണക്റ്റഡ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. Until then, take care and bye bye.